ഞാനിതിൻ്റെ മന്ത്രിയാണെങ്കിൽ ഇത്തരത്തിലുള്ള അട്ടകളെ വലിച്ചു പുറത്തിടുക തന്നെ ചെയ്യും. അതിന് കൈരളിയുടെ കരച്ചിലുണ്ടെന്നോ അത് അവസാനിക്കാൻ പ്രസംഗത്തിൽ താങ്കൾ തന്നെ കുടുംബശ്രീയിലെ ആളുകൾ ഇത്തരം പരിപാടികൾക്ക് അനാവശ്യമായി ഇരുത്തരുത് പാടില്ല എന്നൊക്കെ പറഞ്ഞത് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഈ വിധം വിമർശിക്കുന്നത് അവരെ മാറ്റുന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത്. മാറ്റും, അതാ മുന്നറിയിപ്പല്ല. അതൊരു എന്ന് വെച്ചാൽ സ്ത്രീകളുടെ ഒരു അവരെ ഹോണർ ചെയ്യാൻ, അവർക്ക് ഒരു വുമൺ എംപവർമെന്റ് എന്നൊക്കെ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ സത്യത്തിൽ ഈ ജെൻഡർ ഇക്വാലിറ്റിക്ക് പോലും എതിരായിട്ട് പറയുന്ന ആളാണ്. ജെൻഡർ ജസ്റ്റിസാണ് നമുക്ക് വേണ്ടത്. സ്ത്രീകളെ ബഹുമാനിക്കുക എന്നുള്ളതല്ല, അവർ ബഹുമാനം അർഹിക്കുന്നത് നമ്മളൊരു ഔദാര്യപൂർവ്വം സ്ത്രീകളെ ബഹുമാനിക്കുന്നു. സ്ത്രീകളെ നമ്മൾ സമന്മാരായി കൊണ്ട് അങ്ങനെ ഔദാര്യമൊന്നും സ്ത്രീകൾക്ക് ആവശ്യമില്ല. അവർ വളരെ ശാക്തീകരിക്കപ്പെട്ട ഒരു വിങ്ങാണ്, ഒരു ശക്തിയുള്ള വിഭാഗമാണ്. അവരിങ്ങനെ എപ്പോഴും നമ്മളെന്തോ കുറേ ആളുകൾ അവരെ നോക്കുന്ന ആളുകൾ, എന്നിട്ട് അവരിങ്ങനെ നമ്മളുടെ കാരുണ്യത്തിൽ വളർന്നു വരുന്ന ആളുകൾ അങ്ങനെയൊന്നുമല്ല. അവരൊക്കെ ഇൻഡിവിജ്വലാണ്. അവർക്ക് നമ്മളെക്കാൾ കഴിവും ശക്തിയുള്ള എത്രയോ സ്ത്രീ സമൂഹങ്ങൾ കേരളത്തിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. ആ സമൂഹത്തെ അന്തസ്സോടെ അഭിമാനത്തോടെ മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ അവരെ അതിൽ സന്തോഷിക്കുന്ന, അതിനവർക്ക് നമ്മളെക്കൊണ്ട് അവരുടെ കൂടെ ചേർന്ന് വർക്ക് ചെയ്യാവുന്ന, അവർക്ക് ശക്തി പകർന്നു കൊടുക്കാൻ നമുക്കാവുമെങ്കിൽ ചെയ്യാവുന്ന പണിയാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. അതിൽ ഭീഷണിയൊന്നുമല്ല. പക്ഷേ ഒരു ഈജിയൻ തൊഴുത്ത് പോലെ നിങ്ങൾ അതിശയകരമായ വിധത്തിൽ ആ എണ്ണം പറഞ്ഞാൽ നിങ്ങൾ വിട്ടു കോടിക്കണക്കിന് രൂപ സർക്കാരിൻ്റെത് പറ്റുന്ന ആളുകൾ, CPM ലേബലുള്ള ആളുകൾ ഇതിനകത്തൊക്കെ ഉണ്ട്. ഞാനിതിൻ്റെ മന്ത്രിയാണെങ്കിൽ ഇത്തരത്തിലുള്ള അട്ടകളെ വലിച്ചു പുറത്തിടുക തന്നെ ചെയ്യും. അതിന് കൈരളിയുടെ കരച്ചിലുണ്ടെന്നോ അത് അവസാനിക്കാൻ ഒരു യോഗ്യതയില്ലാത്ത ആളുകൾ എന്ന് വെച്ചാൽ അങ്ങനെ പറയാൻ ഞാൻ പുറത്താക്കിയാൽ നോക്കിയാൽ മതി. എന്ന് വെച്ചാൽ ഒരു ഫാക്കൽറ്റിയുടെ വയസ്സ് 80ന്റെ മുകളിലാണ്. ഒരു ഫാക്കൽറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കണമല്ല, 1 ലക്ഷം രൂപയോളം മാസ ശമ്പളം വാങ്ങുന്ന ഒരു ഫാക്കൽറ്റിയുടെ വയസ്സ് 80ന്റെ മുകളിലാണ്. ഒന്നൊന്നുമല്ല, എത്ര ആളെ ഞാൻ പുറത്താക്കി നിങ്ങൾ നോക്കിയാൽ മതി. CPM കേഡർമാരായിട്ടുള്ള ഫാക്കൽറ്റികൾ 80 വയസ്സുള്ള ആളുകൾ ഈ ന്യൂജൻസി കുട്ടികളോടും പുതിയ തലമുറയോടും എന്താ സംസാരിക്കാൻ പോണത്? അവരെ വേണ്ടെന്നല്ല, ഞാൻ 80 വയസ്സല്ല ഒരു ഇരിക്കേണ്ടതും അവരെ ബഹുമാനിക്കേണ്ട സ്ഥലമുണ്ട്. പക്ഷേ അവർ പുതിയ തലമുറയുടെയും പുതിയ കാലത്തെയും അപ്ഡേറ്റ് ചെയ്യാത്ത ഈ ഏജൻസികളെ ആയി വന്നവരെ മാറ്റുകയും അവിടെ പുതിയ ആളുകളെ കൊണ്ടുവരികയും ചെയ്യും. അവരെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യല്ല, അവരെ 80 വയസ്സുള്ളവനെ ആ രീതിയിലാണ് ബഹുമാനിക്കേണ്ടത്. അല്ലാതെ പുതിയ ജൻസി കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് CPMന്റെ മെമ്പർഷിപ്പ് ഉണ്ടെന്നുള്ളതുകൊണ്ട് കൊണ്ടുപോയി നടക്കാൻ എന്തായാലും പറ്റില്ല. പുറത്താക്കുകയല്ല, അത് ഓരോ സ്ഥലത്ത് ക്ലീൻ ചെയ്ത് വരുന്നത് നിങ്ങൾ അന്വേഷിച്ചാൽ മതി. അങ്ങനെ കണക്കൊന്നും ഞാൻ കയ്യിൽ വെച്ചിട്ടില്ല. ഏതായാലും ഞാൻ ഒരു കാര്യം ആദ്യമേ പറഞ്ഞു, കുടുംബശ്രീക്കകത്തൊക്കെ അള്ളിപ്പിടിച്ചിരിക്കുന്ന ഈ അട്ടകളെ അവരെ ഒഴിവാക്കുക തന്നെ ചെയ്യും. കേരളത്തിൽ ഗവൺമെൻറ്റിൻ്റെ പണം തിന്ന് നിൽക്കുന്ന ഇത്തരത്തിലുള്ള CPM കേഡറുകളെ ഒരു സംശയക്കാരും വിചാരിക്കണ്ട. അതിന് കൈരളി ഇങ്ങനെ കുറേ കള്ളക്കഥകൾ ജനം TVനെയും കൂട്ടി നടത്തിയാലൊന്നും നടക്കാൻ പോണില്ല. വീണതൈക്കണ്ടിയിലുമായി ബന്ധപ്പെട്ടിപ്പോ കുറച്ചുകൂടി മുന്നോട്ട് പോവുകയാണ് ED. നേരത്തെ താങ്കൾ പലതവണ അവരൊക്കെ അതിൽ പ്രതികളാവും അല്ലെങ്കിൽ രൂക്ഷമായ വിമർശനം നടത്തിയിരുന്നു. അതിലേക്ക് തന്നെയാണോ കാര്യങ്ങൾ എത്തുന്നത്? ഞാൻ വേട്ടയാടപ്പെട്ടതിൻ്റെ ബേസ് അതാണ്, വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ബേസും അതാണ്. കേരള നിയമസഭയിൽ ആദ്യമായിട്ട് വീണക്കെതിരെ സംസാരിച്ച ഒരാളാണ് ഞാൻ. എന്തായിരുന്നോ പറഞ്ഞത് എനിക്കറിയാം. ഇപ്പോഴാണ് റിയാസ് പറഞ്ഞത് എന്താണ്, EDയുടെ അന്വേഷണം ഞങ്ങൾ നേരിടുന്ന അറിയാൻ എന്തോ ഔദാര്യമായിട്ടത്. എന്തായാലും നേരിടേണ്ടി വരും, വിടാൻ പോണില്ല, അന്വേഷണം നടക്കട്ടെ. എന്തായിരുന്നോ ഞാൻ പറഞ്ഞത്, പിണറായി വിജയൻ, മകൾ, കുടുംബം, അതാണ് വാർത്ത. നിങ്ങളൊക്കെ അത് കൊടുക്കുന്നു എന്നുള്ളതിൽ, അതിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. ആ വാർത്തക്ക് പകരം ഈ ചൊറിയൻ വാർത്തകൾ കൊണ്ടുവന്നിട്ട് അതിനെ മറക്കാനാണ് EDയും കേരളത്തിലെ CPMും തമ്മിലുള്ള ബന്ധമാണ് ജനം TVയും കൈരളിയും തമ്മിലുള്ള ബന്ധം. ഏകദേശം ഒരേ ധാരണയാണ്. ഒറ്റ സാറ്റലൈറ്റിൽ നിന്ന് പുറപ്പെടുന്ന 2 ചാനലുകളാണ്. അപ്പോൾ അതിൻ്റെ പ്രശ്നമാണത്. ആ വാർത്ത അവിടേക്ക് തന്നെ എത്തുന്നു. തീർച്ചയായിട്ടും അവർ ചെയ്ത പാപത്തിൻ്റെ ശമ്പളം അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ എന്തായിരുന്നു അതെ? അതായത് ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് മന്ത്രി ബന്ധുവിനെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാക്കാനുള്ള നീക്കമാണ്. അതിൽ മണ്ഡലം കമ്മിറ്റിക്ക് അമർഷമുണ്ട്. അതിലൊരു പ്രമേയം അവർ പാസ്സാക്കുന്നു. യോഗത്തിൽ പ്രശ്നം ഉണ്ടാകും. എന്താണ് ഈ മേഖലയിലെ MLA എന്ന നിലയിൽ കൂടി താങ്കൾ പ്രതികരണം? അതൊന്നുമല്ല, അങ്ങനെ പൊളിറ്റിക്കൽ വാർത്തകളാണ്. അതിനകത്ത് എന്താണെന്നുള്ള പാർട്ടിയുടെ വിപ്പ് കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ കേൾക്കുന്നത് ഇന്നലെയൊക്കെ. അങ്ങനെ മണ്ഡലം കമ്മിറ്റി എന്ന് പറഞ്ഞാൽ പാർട്ടി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കുഞ്ഞാലിക്കുട്ടി സാഹിബിനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ എളാപ്പൻ്റെ മോനാണ്, അനുജ ജ്യേഷ്ഠൻ്റെ മോനാണ് നിയോജകമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ്. അപ്പോൾ അങ്ങനെ ഒരു തർക്കം ആ തരത്തിൽ ബന്ധു എന്നൊക്കെ ഉണ്ടാവും ഞാൻ വിചാരിക്കണില്ല. അന്വേഷിച്ചോട്ടെ. തുടങ്ങി ഈ സമയത്തിനുള്ള സംസ്ഥാന നേതൃത്വം ഒരാളെ ഒഴിവാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു എന്ന് പറയുന്നൊരു പ്രശ്നം
എവിടുന്ന ഈ വേങ്ങര ബ്ലോക്ക് സ്ഥാനത്ത് നിന്ന് ഭരണം തുടങ്ങിയിട്ടല്ലോ ആ സമയത്ത് സംസ്ഥാന നേതൃത്വം കത്ത് കൊടുക്കുകയാണ് അയാളെ രാജിവെക്കണമെന്ന് പറയുന്നത്. അപ്പൊ അതിലാണ് ആളുകൾക്കൊരു അല്ല അത് അങ്ങനെ വരുന്നൊരു വാർത്തയിൽ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഷഫ്ലിംഗ് കുറേ സ്ഥലത്ത് നടന്നിട്ടുണ്ട്, ഇവിടെ മാത്രമല്ല. ഭരണം വന്നതോടുകൂടെ എം എൽ എമാർ പാർട്ടി പദവികൾ വഹിക്കുന്നവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷഫ്ലിംഗ് ഒക്കെ നടന്നിട്ടുണ്ട്.